സച്ചിദാനന്ദ എല്ലാവർക്കും ഇതിലൂടെ ഗാന്ധിയുടെ ഹരി ഇവിടെ ഹരിക്ക് സഹായിക്കാം. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ആവശ്യത്തിന് കസേരയായിട്ടുണ്ട് സമിതിയിൽ. ഇപ്പോൾ പലർക്കും തറയിലിരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. തറയിൽ ഇരിക്കുന്ന കാരണത്താൽ സമിതിയിൽ വരാതിരിക്കരുത്. കാരണം കസേരയുണ്ടോ അവർക്കൊക്കെ. അതുകൊണ്ട് എല്ലാവരും ചെറുപ്പവും പ്രായവും നോക്കണ്ട, ഇരിക്കാവുന്നവർക്കെല്ലാം ഇരിക്കുക. അതായത് 10-30-32 കസേരയും. നാളെ വെള്ളിയാഴ്ച 5:30 വേദ ക്ലാസ് വിദ്യാസാറ്. ശ്രീരുദ്രം ഘനപാഠം ഐതരോപനിഷത്ത് ഇത്രയാണ്. അത് പിന്നെ ശൈവപ്രകാശ ഹാളിൽ വെച്ചിട്ടാണ് ക്ലാസ്. ശനിയാഴ്ച 2ാം ശനിയാഴ്ച രാവിലെ നർത്താലയ ആശുപത്രി പ്രോഗ്രാം വെച്ചിരിക്കുകയാണ് 10:30. അപ്പോൾ വേറൊരു ഇതുകൂടെയുണ്ട്. ഇവിടുന്ന് പോയി ആവശ്യത്തിലുള്ള ആൾ പോയാൽ മതി. കരകൻ സമിതിയിൽ നിന്ന് അവിടുന്ന് ലേഡീസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന കാര്യം ഒന്ന് പറഞ്ഞാൽ അത് അറേഞ്ച് ചെയ്യാം. എന്തായാലും ശനിയാഴ്ച മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? ശനിയാഴ്ച 10:30. അത് 11. അവരോട് പറയണം ആ സമയം 11 മണി. അപ്പൊ അവരോടും ഞാൻ കുറച്ച് ഇലയപ്പം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരും ഒന്ന് അതിനായിട്ട് വരികയാണ്. അവരിനി അവർ സർവീസ് ചെയ്യാനുള്ള പ്ലാനാണ് പോകുന്നത്. അതാണ് പ്രധാനപ്പെട്ട പരിപാടി. നർത്താലയ ആശുപത്രിയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. ഏതാണ്ട് 32 കുട്ടികളെ, കാരണം അത് ഏതാണ്ട് ഫിക്സഡാണ്. 32 കുട്ടികൾ ടോട്ടലി ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകല്യമുള്ള കുട്ടികളെ ഏതാണ്ട് 4-5 മാസം ഏതാണ്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ കിടത്തി ചികിത്സിക്കുന്ന ഒരു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ്. അവിടെ നമ്മൾ ഇപ്പോ കഴിഞ്ഞ മാസം നവംബർ 14 നമ്മള് ടോയ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. പക്ഷെ 14 വിസിറ്റ് നടത്താൻ പറ്റിയില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഡിസംബറിൽ 1 മാസം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതിന്റെ പശ്ചാത്തലത്തോടു കൂടി തന്നെ അത് ഭഗവാന്റെ പാദത്തിൽ വെക്കുകയാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് സെക്കൻഡ് ശനിയാഴ്ച എന്ന് പറഞ്ഞാലും പലപ്പോഴും അത് കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും ശനിയാഴ്ച പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ശനിയാഴ്ച നർത്താലയ ആശുപത്രിയിൽ പോകുന്നുണ്ട്. ഈ കുട്ടികളുടെ അവസ്ഥയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ അവരോട് ഒന്നുകൂടെ പറയാം. അതായത് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സായിട്ട് 8 വയസ്സായിട്ട് കഴുത്ത് പോലും ഉറയ്ക്കാത്ത കുട്ടികൾ മുതൽ പല തരത്തിൽ വൈകല്യങ്ങളുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രക്ഷകർത്താക്കൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇത്തരത്തിലൊരു കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ കുറേ പേര്, എല്ലാവരും ഇല്ല, എല്ലാവരും മനസ്സാക്ഷി ഇല്ലാത്തവരല്ല, കുറേ പേര് ഈ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. 1-2 കുട്ടികളുടെ കാര്യത്തിൽ അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ചരിത്രവും നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അവർക്ക് സ്ഥാനം എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു സ്ഥലത്തുനിന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ആ കുട്ടികളെ സംരക്ഷിക്കാൻ പോകുന്നത്. അതിലൂടെ അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ. ഭഗവാന്റെ നാമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ പല കുട്ടികൾക്കും മരുന്ന് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേയോ അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടികളെ സ്മരിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റിവെച്ച് അവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമിതിയിൽ വളരെ കാലങ്ങളായിട്ട് നടത്തി വരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. അത് നിർത്താതെ പോകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ. എല്ലാവരും അതിന് സഹകരിക്കുന്നുണ്ട്. കുറെ പേർക്ക് പോകാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും അത് എത്താൻ കഴിയുന്നില്ലെങ്കിലും കുറെ പേർക്ക് എത്തി ഈ അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഡോക്ടേഴ്സിന്റെയും ഒക്കെ നമ്മളോടുള്ള ആ ഒരു സഹകരണം അത് വളരെ വലുതാണ്. അത് തന്നെ കാരണം അവർ പറയുന്ന ഇതാണ്, നിങ്ങൾ എനിക്ക് ഡോക്ടർ ചീഫ് അവിടുത്തെ അനിൽകുമാർ സാർ തന്നെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് സത്യസായി സേവാ സമിതി ഒരു സമിതിയിൽ ഞങ്ങൾക്കറിയാവുള്ളൂ, വട്ടിയൂർ കാവ് മാത്രം. ആ ഒരു തരത്തിലൊരു അഡ്രസ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സേവനത്തിന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പൊ തന്നെ പിന്നെ മറ്റൊന്ന് ആശയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആര്യ സെന്റർ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിറ്റുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മരുന്നിന്റെ കിറ്റ് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറെ പേർക്ക് കൊടുപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു സംവിധാനം ആശ വഴി അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ 11 മണിക്ക് 11 മണിയാണ് നമ്മൾ അവിടെ എത്തേണ്ട സമയം. 12-ാം തീയതി ഞായറാഴ്ച വെളുപ്പിന് 5 മണിക്ക് നായർ സങ്കീർത്തനം, ഓങ്കാരം സുപ്രഭാതം നായർ സങ്കീർത്തനം,
വെളുപ്പിന് രാവിലെ 8 മണിക്ക്, അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം, നാരായണ സേവ, ഗവൺമെന്റ് ആശുപത്രി പേരുക്കട ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതിനെ. ജില്ലാ ആശുപത്രിയിൽ ഏതാണ്ട് കണക്കും പ്രകാരം 247 പേഷ്യൻസിന് നമ്മുടെ ഇഡലി സാമ്പാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കാര്യവും തന്നെ മഹിളകളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന കാര്യത്തിലൂടെ എല്ലാവർക്കും ഒരു സഹകരണം ഉണ്ടാവണം. കാരണം പാത്രം ഈ വരുന്ന പലരും വളരെ ദൂരെ നിന്ന് വന്നിട്ട് ഇതെല്ലാം കഴുകി വെച്ചിട്ട് കുട്ടികൾ വീട്ടിൽ പോയി പിന്നെ വേണം അവർക്ക് ആഹാരം കഴിക്കാൻ. അപ്പൊ അതിലൂടെ ഒരു ഹെൽപ്പ് പോകുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പൊ അത് ഒഴിവാക്കരുത്. ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1-2 പേർക്ക് വളരെ ബുദ്ധിമുട്ട് വരും. പോകുന്നവരെ അതിലൂടെ ഒന്ന് സഹകരിക്കണം. പിന്നെ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഇതേപോലെ തന്നെ പ്രഭാത ഭക്ഷണം പൂജപ്പുര തിരുമലയിൽ നിന്നാണ് നാരായണ സേവ മഹിളാമന്ദിരം പൂജപ്പുരയിൽ എല്ലാ തിങ്കളാഴ്ചയും നടത്തി വരുന്ന തിരുമലയിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് അത് നടത്തി വരുന്നു. പിന്നെ ചൊവ്വാഴ്ച ഒരു പ്രത്യേക മകരസംക്രാന്തിയാണെന്ന് വളരെ പവിത്രമായ ദിനമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച കൃത്യമായിട്ട് വേദപ്രദക്ഷിണ വേദജപം, അതേപോലെ തന്നെ പ്രദക്ഷിണ ഭജന നടത്തി വരുന്ന മഹാക്ഷേത്രമാണ്. അവിടെ അന്ന് ലക്ഷദീപം കൂടിയാണ്. മുറദീപത്തിന്റെ അവസാനത്തെ 6ാമത്തെ ശീവേലി അന്ന് നടക്കുകയാണ്. കഴിയുന്നവര് പാസ്സുണ്ടെന്ന് തോന്നുന്നു, പാസ്സുണ്ട്. അതല്ലാത്തവർ പോയി കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഈശ്വരനെ ശരിക്ക് ആ ഈശ്വരന്റെ ആലയത്തില് അലങ്കരിച്ച് രാജകീയമായി കുടികൊള്ളുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കാണുക തന്നെ വേണം. കാരണം ഈശ്വര ചൈതന്യം വിട്ടു നിൽക്കുന്ന ഒരു ആ ദേവാലയത്തില് ഭഗവാൻ കാരണം സ്വാമിയുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ശുദ്ധമായ സ്ഥലത്താണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. അപ്പൊ ആ ശുദ്ധമായ എല്ലാ വിധത്തിലും ആ ശ്രീകോവിലിൽ പോലും ഇതുവരെ ഇലക്ട്രിക് ദീപങ്ങൾ കടത്തിയിട്ടില്ല. അതിനകത്ത് മുഴുവൻ ദൈവടക്കുകൾ മാത്രമേ ഉള്ളൂ. ആ തരത്തിൽ പരിപാലനമായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് വളരെ പവിത്രമാണ്. മാത്രമല്ല ഭഗവാൻ പറഞ്ഞ ട്രിഗരറ്റ് എന്ന് പറയുന്ന ആളിനെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഭഗവാന്റെ ഹോസ്പിറ്റലിന് വേണ്ടുന്ന 400 കോടി രൂപ സംഭാവന ചെയ്ത ആളാണ്. ട്രിഗരറ്റിനോട് തന്നെ സ്വാമിയുടെ പുറകിലിരിക്കും. എപ്പോഴും മുടി വളർത്തിയ സായിപ്പ് പുറകിലിരിക്കും. ഇപ്പോഴും കുട്ടവർത്തി വിട്ട് പോയിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തോട് തന്നെ ഭഗവാൻ പറഞ്ഞതാണ്, നീ തിരുവനന്തപുരത്ത് പോകണം, അവിടെ പോയിട്ട് ജാക്ക് ഫ്രൂട്ടിന്റെ നാടെന്നാണ്, പിന്നെ ചക്കയുടെ നാടെന്നാണ് ട്രിഗരറ്റ് പറയുന്നത്. അവിടെ പോയിട്ട് ഞാൻ അവിടെ അനന്തശായി രൂപത്തിൽ അവിടെ കിടപ്പുണ്ട്, എന്നെ അവിടെ പോയി നിനക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം പലപ്പോഴും ഒക്കെ ഈ സ്വപ്നപാഠത്തിൽ വരാറുണ്ട്. അപ്പോൾ സാക്ഷാൽ ഭഗവാനായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അന്ന് ലക്ഷദീപമാണ്, മകരം 1 വളരെ പവിത്രമായ ദിവസമാണ്. 2 ദിവസം കൂടി ലക്ഷദീപം ഉണ്ടാവും എന്ന് പറയുന്നതിന് ശേഷവും കാണണം, എല്ലാവരും കാണണം എന്ന് തന്നെ പറയുന്നു. അല്ലേ, 2 ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 15 വരാറുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു, ഇതിന് പോയിരുന്നു, ഇതിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച പ്രോഗ്രാം കുറവാണ്. വ്യാഴാഴ്ച 6:20 അഷ്ടോത്തരാർച്ചന, തുടർന്ന് വേദം, തുടർന്ന് ഭജന. അന്ന് ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, സത്യസായി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. വൈദ്യാസാർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഒരു മാറ്റം വരുത്തിയത്. സാധാരണഗതിയിൽ സത്യസായി സേവാ സംഘടനയുടെ അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത് ഡിസംബർ 31-ാം തീയതി ന്യൂ ഇയർ ഭജനയോടൊപ്പമാണ്. പക്ഷെ സാറ് പറഞ്ഞത് പണ്ട് മകരസംക്രാന്തിയോടൊപ്പമാണ് ഇത് ചെയ്യുക. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, ധനുമാസം ഒന്നിനും കൊണ്ടില്ല. ധനുമാസം എന്ന് പറയുന്നത് ശൂന്യ മാസമായിട്ടാണ് കണക്കാക്കുന്നത്. ധനുമാസത്തില് പ്രത്യേകിച്ച് ബ്രാഹ്മിൻസ് ഒരു സത്കർമ്മങ്ങളും ചെയ്യാറില്ല. അപ്പൊ നമ്മള് ഈ മകരസംക്രാന്തി കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഭജന കഴിഞ്ഞിട്ട് നമ്മള് പ്രതിജ്ഞ ചെയ്യണം. മുഴുവൻ ആൾക്കാർ നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്യണം. കാരണം ഇവിടെ ഓഫീസ് വരെ സങ്കല്പം ഇല്ല. നമ്മളെല്ലാവരും സ്വാമിയുടെ പ്രവർത്തകരാണ്. ഇപ്പൊ തന്നെ 15 കാര്യം നമുക്കറിയാം. കാരണം എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹകരണവും ആ കാര്യത്തിലുണ്ടായിരുന്നു. നമ്മൾ ഗംഭീരമായിട്ട് 24-ാം തീയതി അവിടെ ബർത്ത്ഡേ ആഘോഷിച്ചു, ക്രിസ്മസ് ആഘോഷിച്ചു. അവർക്ക് വേണ്ടുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അത് നിങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. അത് സഭയുടെ പേരിലാണെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ തന്നെയാണ് സമർപ്പിച്ചത്. അപ്പോ നമ്മൾ ആരും മാറിയിരിക്കേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും ഭഗവാന്റെ പ്രവർത്തനം ചെയ്യുന്നവർ തന്നെയാണ്. ഇവിടെ ഓഫീസ് വരെ സങ്കല്പം ഇല്ല. പിന്നെ അത്യാവശ്യത്തിൽ എല്ലാവർക്കും അതിന് പറ്റാത്തത് കൊണ്ട് ചില ആളുകളെ അതിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം കിട്ടുന്ന സമയങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള സമയവും ഇല്ലെങ്കിൽ എന്തോ കൊണ്ട് അവര് പിന്നെ കുറെ പേരെ തെരഞ്ഞെടുത്തിരിക്കും. മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മുടെ കൂട്ടായ്മയാണ്. സ്വാമി പറയുന്നത് ഒരു ഈർക്കിൽ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം ഈർക്കിൽ കൊണ്ടെങ്കിലും നമുക്ക് പരിസരം ശുചീകരിക്കാം. കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ സമിതിയാണ് വട്ടിയൂർക്കാവ് സമിതി. വട്ടിയൂർക്കാവ് സമിതിയിൽ ഇന്നാരെന്നോ ഇല്ലെങ്കിൽ ഒരു ഭേദം ഇല്ലാതെ പ്രവർത്തിക്കുന്ന സമിതിയാണ്.
അവർ ആർക്കും ഒരു വ്യത്യാസമില്ല. അപ്പൊ നമ്മളെല്ലാം ഭഗവാന്റെ, നമ്മളെല്ലാം ഉള്ളത്, നിങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഭഗവാന്റെ പ്രവർത്തനം ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും മനോഹരമായിട്ട് ഭഗവാൻ പറയുന്ന പെർഫെക്ഷനിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് അടുത്ത വ്യാഴാഴ്ച എല്ലാവരും വരണം, പ്രതിജ്ഞ ചെയ്ത് അടുത്ത വർഷത്തെ പ്രവർത്തനം ശക്തമാക്കാനായിട്ട് പ്രതിജ്ഞ ചെയ്ത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. നമുക്ക് ഒന്നിച്ച് സമർപ്പിക്കണം. അപ്പൊ അതിന് അടുത്ത വ്യാഴാഴ്ച അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റു വൈദ്യുക്കൾ സേവൻ സർവ് കഴിയുന്നു. എടുക്കാൻ വരാൻ പറ്റാത്ത വീടുകളിൽ ഉള്ളവർ കൊണ്ടുവരണം. മറ്റുള്ള വീടുകളിൽ ഇതുവരെ പോയി എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ കുറെ മരുന്ന് ഇപ്പൊ കടമൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ വ്യാഴാഴ്ച പൂജ, വിജയമനെ അത് കാണണം. വ്യാഴാഴ്ച എല്ലാം ഈ വർഷത്തെ മുഴുവൻ വ്യാഴാഴ്ചകളിലും ഉള്ള പൂജ, അതാണ് നമ്മുടെ സമിതി മുന്നോട്ട് പോകുന്നതിന് ദൈനംദിന കാര്യങ്ങൾ നടത്തിപ്പോകുന്ന അതുവഴിക്കൂടാണ്. അപ്പൊ അതിന് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നൊരു മറ്റൊരു പ്രത്യേക ഒരു അറിയിപ്പ് പറയാനുള്ള പർത്തി യാത്രയാണ്. അപ്പൊ പർത്തി യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏപ്രിൽ മെയ് സമയം ഫിക്സ് ചെയ്തിരുന്നു. അതിലൊരു നിർദ്ദേശം കൂടി വന്നിരുന്നു, ഷിർദി വഴി പർത്തിയിൽ വന്നിട്ട് പോരാനുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട്, അതായത് എല്ലാ വർഷവും പോകുന്ന ആളുകളോട് അതിൽ അന്വേഷിച്ചപ്പോൾ ഒരു കാരണവശാലും ഷിർദി യാത്ര ഏപ്രിൽ മെയ്യിൽ വയ്ക്കരുതെന്ന് പറഞ്ഞു. കാരണം ചൂട് 42 ഡിഗ്രി വരെ ചൂട് ഉള്ള സമയമാണ്. നമുക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഷിർദി യാത്ര ഈ യാത്രയിൽ ഒഴിവാക്കാൻ നമുക്ക് പുട്ടപർത്തിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സന്ദർഭം വരികയാണ്. ഇപ്പൊ 2 മാസം മുമ്പാണ് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യത്തക്ക വിധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവര് ആരൊക്കെയാണെന്നുള്ള കാര്യം അത് ഇവിടെ മുൻകൂട്ടി അറിയിക്കണം. ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇത്രയാണ് ഇന്ന് അറിയിപ്പുകൾ ഉള്ളത്. ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ആരതിക്ക് ശേഷം ഒരു 2 മിനിറ്റ് നിങ്ങൾ ഒന്നിരിക്കണം. ആരതിക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ സമിതിയെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആരതിക്ക് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. ആരതിക്ക് മുമ്പ് അത് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരതിക്ക് ശേഷം ഒരു 2 മിനിറ്റ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ഇരിക്കണം.